നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിലിത ശബരിമലയിലെ ചെമ്പ് തെളിയുന്നു. SITയുടെ അന്വേഷണ പരിധിയിൽ ഇപ്പോഴും സുരക്ഷിതനായി നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് ഏറ്റവും ഒടുവിൽ വീഴുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ നിർണായക മൊഴിയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയിരിക്കുന്നത്. അന്യസംസ്ഥാന സ്പോൺസർമാരെ ബോർഡിന് പരിചയപ്പെടുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. രമേശ് റാവു, ഗോവർദ്ധൻ എന്നിവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കടകംപള്ളി. ഹൈക്കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിലും ഇക്കാര്യം പരാമർശിക്കുന്നു. ഗോവർദ്ധനെയും രമേശ് റാവുവിനെയും ഒക്കെ തനിക്ക് പരിചയപ്പെടുത്തിയത് അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. ഗുരുതരമായ മറ്റൊരു വസ്തുത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. SITയുടെ റിപ്പോർട്ടിലാണ് ഈ വസ്തുതയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്പോൺസർമാരുടെ മൊഴിയിലും മുൻ മന്ത്രിയെ പരിചയപ്പെട്ട കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ DGPക്ക് ഒരു പരാതി നൽകിയിരുന്നു. അടുത്തിടെ കഴക്കൂട്ടം സ്വദേശിയായ പ്രതിഭ എന്ന സ്ത്രീ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ പരാതി നൽകിയതിനു പിന്നിൽ കടകംപള്ളിയാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങളുടെ കഥകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ താൻ പുറത്തിറങ്ങുന്നത് കടകംപള്ളി ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ അകത്തിടാനുള്ള ശ്രമങ്ങൾ കടകംപള്ളി തുടരുകയാണ്. മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ 2 വട്ടം കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചിരുന്നതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. കടകംപള്ളി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബോർഡിന് പരിചയപ്പെടുത്തിയത് എന്ന തലത്തിലുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. വാസുവിനെയും പത്മകുമാറിനെയും മറ്റ് പ്രമുഖരെയും ഒക്കെ SIT ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തു. എന്നാൽ കടകംപള്ളിയെ മാത്രം അറസ്റ്റ് ചെയ്യാൻ അവർ മെനക്കെട്ടില്ല. CPMനെ സംബന്ധിച്ച് കഴക്കൂട്ടം സീറ്റിൽ മത്സരിക്കാൻ ഒരൊറ്റ കടകംപള്ളിയെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് കടകംപള്ളി ഈ കേസിൽ കുരുങ്ങിയാൽ CPMനും സർക്കാരിനുമൊക്കെ ദോഷം ചെയ്യുമെന്ന് പിണറായിയും പാർട്ടിയും ഭയപ്പെട്ടു. ഏതുവിധേനയും കടകംപള്ളിയെ സംരക്ഷിച്ച് നിർത്താനുള്ള നീക്കങ്ങളാണ് ഇതുവരെ CPM നടത്തിയത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ എല്ലാം അടപടലം പാളുന്നു. SIT നൽകിയ റിപ്പോർട്ടിൽ ഹൈക്കോടതി ഗൗരവതരമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കടകംപള്ളി നിലംപൊത്തും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് കടകംപള്ളി പറഞ്ഞു വയ്ക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, പ്രത്യേകിച്ച് മാസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് വാർത്തകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. SIT തങ്ങളുടെ അന്വേഷണം വളരെ മന്ദഗതിയിലാക്കി. ഹൈക്കോടതി സമയം അനുവദിച്ചതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അനക്കിയാൽ മതി എന്ന പൊതുധാരണയാണ് പൊതുവെ ആഭ്യന്തര വകുപ്പിലും SITയിലുമൊക്കെ ഉള്ളത്. എന്നാൽ ഹൈക്കോടതിയുടെ ശക്തമായ നിരീക്ഷണമുള്ളതാണ് ജനങ്ങളുടെ, വിശ്വാസികളുടെ ഏക പ്രതീക്ഷ. നടുക്കുന്ന വിവരങ്ങൾ മറുവശത്ത് ശബരിമല സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. നേരത്തെ ദേവസ്വം വിജിലൻസിനോട് ശബരിമലയിൽ പ്രത്യേക നിരീക്ഷണം നടത്താൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇതിൻ്റെ തുടർച്ചയായി ശബരിമലയിലെ ജീവനക്കാരെ ദേവസ്വം ബോർഡ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചിരുന്നു. ഒരു ദിവസം താൽക്കാലിക ജീവനക്കാരായ 2 പേർ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ക്രമാതീതമായി വീർത്തിരിക്കുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിദേശ കറൻസികൾ അടക്കം അവർ വായിൽ തിരികെ വെച്ച് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ കണ്ടത്. തുടർന്ന് അവരുടെ മുറി റെയ്ഡ് ചെയ്തു. പിന്നീടാണ് ദേവസ്വം വിജിലൻസ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അവിടെയുള്ള താൽക്കാലിക ജീവനക്കാരടക്കം പലരും ശബരിമലയിൽ വലിയ സാമ്പത്തിക തിരിമറികൾ നടത്തുന്നു. വിശ്വാസികൾ അർപ്പിക്കുന്ന കാണിക്ക പോലും അടിച്ചെടുക്കുന്നു. ശബരിമലയിലെ ബാങ്കുകളുടെ ബ്രാഞ്ചിൽ നിന്നും അവർ വലിയ തോതിൽ പണം അയക്കുന്നു ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെയെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇപ്പോഴിതാ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ വിശ്വാസികളൊക്കെ മരയുളകളാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ശബരിമലയിലെ സാമ്പത്തിക കൊള്ളയുടെ ഭയാനകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ കേരളത്തെ നടുക്കുന്നത്. ശബരിമല മണ്ഡലകാലത്ത് ശാന്തിമാരും ദേവസ്വം ജീവനക്കാരും ഒക്കെ ചേർന്ന് നടത്തിയത് കോടികളുടെ തട്ടിപ്പ്. അവർ ബാങ്ക്, പോസ്റ്റ് ഓഫീസ് ഇടപാടുകളിലൂടെ വലിയ തുക ശബരിമലയിൽ നിന്ന് കടത്തി. മാളികപ്പുറം മേൽശാന്തി 2025 നവംബർ 17 മുതൽ ഡിസംബർ 31 വരെ, അതായത് 45 ദിവസങ്ങൾക്കുള്ളിൽ സന്നിധാനത്തെ SBI ബ്രാഞ്ചിൽ നിക്ഷേപിച്ചത് 46.51 ലക്ഷം രൂപ, അരക്കോടിയോളം രൂപ. വെറും 1.5 മാസം കൊണ്ടാണ് ശബരിമലയിലെ മാളികപ്പുറം മേൽശാന്തി ഇത്രയധികം തുക സമാഹരിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹായിയാവട്ടെ 1.17 ലക്ഷത്തിൻ്റെ ഇടപാടുകൾ നടത്തി. ദക്ഷിണ കിട്ടിയ പണമെന്നാണ്
മേൽശാന്തി പറയുന്നത്. എന്നാൽ മേൽശാന്തിയുടെ മൊഴി അത്ര വിശ്വസിക്കാൻ കഴിയില്ല. 1/2 കോടി രൂപ ദക്ഷിണയോ? SBI സന്നിധാനം ബ്രാഞ്ചിൽ ഇക്കാലയളവിൽ 8.08 കോടിയുടെ 1667 ഇടപാടുകൾ. ശാന്തിമാരും കീഴ്ശാന്തിമാരും ഹോട്ടലുകാരുമൊക്കെ എല്ലാ ദിവസവും തങ്ങളുടെ ബന്ധുക്കളുടെ പേരിൽ, സുഹൃത്തുക്കളുടെ പേരിൽ പണം അയച്ചു കൊടുക്കുന്നു. ധനലക്ഷ്മി ബാങ്കിൽ 941 ഇടപാടുകളിലായി 11.45 കോടി മറിഞ്ഞു. മേൽശാന്തി, ശാന്തിമാർ, ദിവസക്കൂലിക്കാർ, കുത്തകപ്പാട്ടക്കാർ തുടങ്ങി 18 അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ പണം പുറത്തേക്കൊഴുകിയത്. ചിലർ ആടിയ ശിഷ്ടം നെയ്വിൽപ്പന ക്രമക്കേടുകളിൽപ്പെട്ട പ്രതികളാണെന്നും കോടതി നിരീക്ഷിച്ചു. പോസ്റ്റ് ഓഫീസ് വഴി 14.8 ലക്ഷം രൂപയുടെ മണി ഓർഡറുകൾ അയച്ചിരിക്കുന്നു. ദിവസക്കൂലിക്കാർ, ശുചീകരണക്കാർ, കടയുടമകൾ തുടങ്ങി 16 പേരാണ് ഇത്രയും തുക അയച്ചത് എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. പണം ദുരുപയോഗം തടയാനുള്ള മാർഗങ്ങൾ വ്യക്തമാക്കി ഇന്ന് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ജസ്റ്റിസ് ബി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും ഉത്തരവിട്ടു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ചതനുസരിച്ചാണ് വിജിലൻസിന്റെ ഈ അന്വേഷണം. വിശ്വാസികൾ ശബരിമലയിലിടുന്ന കാണിക്ക അടിച്ചെടുക്കുന്നു. അവിടെയുള്ള ജീവനക്കാരും എന്തിനേറെ ശാന്തിമാരുമൊക്കെ ചേർന്ന് തീർത്ഥാടകർ സമർപ്പിക്കുന്ന പൂജാ സാമഗ്രികൾക്കൊപ്പമുള്ള നോട്ടുകളും നാണയങ്ങളുമൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയാതെ ചിലർ കൈക്കലാക്കുന്നു. നെയ്യഭിഷേകത്തിനും മറ്റും ഭക്തരെ സഹായിച്ച ആനുകൂല്യം തേടുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. ഭണ്ഡാരങ്ങൾ തുറക്കുമ്പോൾ താഴെ വീഴുന്ന പണം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ കുറേ പണം താഴേക്കിടും. അതും ഇവർ കൈക്കലാക്കുന്നു. ദിവസക്കൂലി പ്രതിദിനം 650 രൂപ നിരക്കിലാണ്. എന്നാൽ ആവശ്യത്തിലധികം ആളുകളെ അവിടെ വെച്ചിരിക്കുന്നു. ഇതൊക്കെ മുതലെടുപ്പിന് അവസരമാക്കി മാറ്റുകയാണിവർ. ശബരിമലയിൽ നടക്കുന്ന വൻ കൊള്ളയുടെ കഥകൾ പുറത്തേക്ക് വരുമ്പോൾ പ്രതിപക്ഷം നിശബ്ദരാണ്. മറുവശത്ത് ഭരണപക്ഷം മറ്റ് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. കേരളം നടുങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ അപ്രത്യക്ഷമായോ എന്ന് പോലും ജനങ്ങൾ പരിഭ്രമിച്ചു. വിശ്വാസികളുടെ പണം മറ്റു വഴികളിലൂടെ ചിലർ തട്ടിയെടുക്കുന്ന ഏറ്റവും ക്രൂരമായ മാഫിയ സംഘങ്ങളുടെ വിളയാട്ടമാണ് ശബരിമലയിൽ ഇപ്പോഴും നമ്മൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.